സിറിയയുടെ 85% എയർ ഡിഫൻസ് സിസ്റ്റവും നാവികസേനയുടെ താവളങ്ങളും റാഡറുമെല്ലാം ബോംബിലൂടെ തകർത്ത ഇസ്രായേൽ സിറിയയുടെ പ്രതിരോധ ശേഷി മുഴുവൻ ഇല്ലാതാക്കാനുള്ള ശ്രമത്തിലാണിപ്പോൾ. ഇതുവരെ അവർ 480 ബോംബ് ആക്രമണങ്ങളാണ് സിറിയയിൽ നടത്തിയിരിക്കുന്നത്. യുദ്ധവിരാമത്തിന് ശേഷം കഴിഞ്ഞ ദിവസവും ഇസ്രായേൽ ലെബനനിൽ ഹിസ്ബുള്ളയുടെ ഭീകര ലക്ഷ്യമിട്ട് ആക്രമണം നടത്തുകയുണ്ടായി. വെടിനിർത്തലിന് ശേഷം ഇസ്രായേലിൽ ആക്രമണം നടത്താൻ ഇവർ പദ്ധതിയിട്ടുവെന്നാണ് ഇസ്രായേൽ ആരോപിക്കുന്നത്. സിറിയയിലെ അധികാരമാറ്റവും ഏറ്റവും കൂടുതൽ ആഘാതമേൽപ്പിച്ചിരിക്കുന്നത് ഇറാനെയാണ്. ഇറാൻ ഏകദേശം $25 ബില്യൺ സിറിയയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഇൻഫ്രാസ്ട്രക്ചർ, ഓയിൽ, ടെലികമ്മ്യൂണിക്കേഷൻ എന്നീ സെക്ടറുകളിലാണ് അവരുടെ നിക്ഷേപം കൂടുതലായി നടത്തിയിരിക്കുന്നത്. അതൊക്കെ ഇനി തിരിച്ചു കിട്ടുക വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മാത്രവുമല്ല, അസാദ് ഭരണകൂടവുമായി ഉണ്ടാകുന്ന ആഴത്തിലുള്ള ബന്ധം ഇനി ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും സാധ്യമല്ല എന്ന വസ്തുതയും ഇറാനെ അലോസരപ്പെടുത്തുന്നുണ്ട്. ലെബനനിൽ ഹിസ്ബുള്ളയുടെ പതനവും ഹിസ്ബുള്ള, ഹമാസ് മുൻനിര തലവന്മാരുടെ ഉന്മൂലനവും ഇറാന് വലിയ തിരിച്ചടിയായി മാറി. ഇറാൻ തീർച്ചയായും ഇപ്പോൾ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഗൾഫ് മേഖലയിൽ തനതായ ആധിപത്യം ഉറപ്പിക്കാൻ സൈനിക സേവനവും ആയുധ പണവും ഒഴുക്കിയ ഇറാന് കനത്ത തിരിച്ചടിയാണ് സിറിയയിലും ലെബനനിലും ഗാസയിലും സംഭവിച്ചത്. ഇസ്രായേൽ ഹമാസ് നടത്തിയ ഒക്ടോബർ 7 ആക്രമണത്തിലെ കണക്കുകൂട്ടലുകളിലും ഇറാൻ പിഴച്ചു. ഇസ്രായേൽ ഹമാസിനെ തിരിച്ചടിച്ചാൽ മറ്റുള്ള ഇസ്ലാമിക രാജ്യങ്ങളുടെ ഇടപെടൽ ഉണ്ടാകുമെന്നും അതുവഴി ഇസ്രായേൽ എന്ന രാജ്യം തന്നെ ലോക ഭൂപടത്തിൽ നിന്ന് തുടച്ചു മാറ്റപ്പെടുമെന്നുള്ള ഇറാൻ ഹമാസ് കണക്കുകൂട്ടൽ മൊത്തത്തിൽ പിഴയ്ക്കുകയാണെന്നാണ് തുടർന്നുള്ള സംഭവങ്ങൾ തെളിയിച്ചിരിക്കുന്നത്. മിഡിൽ ഈസ്റ്റിൽ അനാവശ്യമായി ഇറാൻ നേരിട്ടും അല്ലാതെ നടത്തുന്ന ഇടപാടുകളിൽ സൗദി അറേബ്യയും സഖ്യരാഷ്ട്രങ്ങളും അസ്വസ്ഥരായിരുന്നുവെന്നാണ് ഹൂതികളെ ഇറാൻ പിന്തുണയ്ക്കുകയും അവിടുത്തെ സർക്കാരിന് സൗദി അറേബ്യ സംരക്ഷണം നൽകുകയും ചെയ്തത് ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തുകയും ചെയ്തു. ഇടയ്ക്ക് ചൈനയുടെ ഇടപെടലിൽ ബന്ധം പുനഃസ്ഥാപിച്ചെങ്കിലും ഇപ്പോഴും കാര്യപ്രസക്തമായ ആ അകൽച്ച അതേപടി നിലനിൽക്കുകയാണ്. യമനിലെ ഔദ്യോഗിക സർക്കാർ സംവിധാനം ഇപ്പോഴും സൗദി അറേബ്യയിൽ നിന്നാണ് പ്രവർത്തിക്കുന്നത്. നീക്കങ്ങളെല്ലാം പിഴച്ച് എല്ലാ മേഖലയിലും ഒറ്റപ്പെട്ട ഇറാൻ അമേരിക്ക, ഇസ്രായേൽ അച്ചുതണ്ടിന്റെ ഭീഷണിയാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ആ നിലയിൽ ആണവായുധം നിർമ്മിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ഇറാൻ എന്നാണ് പുറത്തുവരുന്ന രഹസ്യ വിവരം. മാത്രമല്ല, ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റുകഴിഞ്ഞാൽ ആക്രമണം ഏത് നിമിഷവും ഉണ്ടാകുമെന്നും ഇറാൻ കരുതുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ ഡൊണാൾഡ് ട്രംപിനെ വധിക്കാൻ നടത്തിയ ശ്രമത്തിന്റെ ഇറാൻ ബന്ധം വെളിപ്പെട്ട സ്ഥിതിക്ക് അമേരിക്കയിൽ നിന്നും അനുകൂല ഇടപാടുകൾ ഒന്നും തന്നെ ഉണ്ടാകാനും സാധ്യതയില്ല. ന്യൂക്ലിയർ ആയുധമുണ്ടാക്കാനുള്ള ഇറാന്റെ നീക്കം അതീവ രഹസ്യമായി ഇസ്രായേലും മൊസാദും വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇറാൻ നിർമ്മിക്കുന്ന ആണവായുധം ലക്ഷ്യം വെക്കുന്നത് തങ്ങളെയാണെന്ന വസ്തുത ഇസ്രായേലിന് നന്നായി തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാനുള്ള തയ്യാറെടുപ്പിലാണിപ്പോൾ. അത് ഏത് നിമിഷവും ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. സിറിയയിലും ലെബനനിലും ഗാസയിലും പരാജയപ്പെട്ട ഇറാൻ ആണവശക്തിയാകുന്നത് തടയാൻ അവരുടെ ആണവ നിലയങ്ങൾ ആക്രമിക്കാനുള്ള ശരിയായ സമയം ഇപ്പോഴാണെന്ന് ഇസ്രായേൽ സൈനിക വിദഗ്ധർ സർക്കാരിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതെപ്പോൾ സംഭവിക്കും എന്ന് മാത്രമാണ് ഇനി ലോകത്തിന് അറിയാനുള്ളത്.